സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് സ്വാലിഹീങ്ങൾ മരിച്ചു തീരുക എന്നത്. ഓർത്തു നോക്കൂ, ഒരു 10-50 കൊല്ലം മുൻപ് ഇതുപോലുള്ള മതപ്രഭാഷണ പരമ്പരകളിൽ 8-10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര, അതല്ലെങ്കിൽ വലിയ കോളേജുകളുടെയൊക്കെ സമ്മേളനങ്ങൾ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ സമ്മേളനങ്ങൾ, അതിന്റെയൊക്കെ പ്രോഗ്രാം നോട്ടീസുകളും അതിന്റെ പോസ്റ്ററുകളും നാം വായിക്കുമ്പോൾ എത്രയോ മഹാന്മാരുടെ പേരുകളുടെ തുടക്കത്തിൽ വലിയുല്ലാഹി എന്ന് കാണാൻ സാധിക്കുമായിരുന്നു. വലിയുല്ലാഹി ആലുവായി അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിറ, വലിയുല്ലാഹി കുണ്ടൂര് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളെ നമുക്ക് ആ പോസ്റ്ററുകളിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നും അതുപോലത്തെ സമ്മേളനങ്ങളും വളരെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകളും നടക്കുന്നുണ്ട്. പോസ്റ്ററുകളും അതുപോലെ പ്രോഗ്രാം നോട്ടീസുകളും നാം വായിക്കുന്നുണ്ട്. പക്ഷേ ഒരാളുടെയും തുടക്കത്തിൽ വലിയുല്ലാഹി എന്ന് പറയുന്ന ഒരു അഡ്രസ്, ഒരു മേൽവിലാസം കാണുന്നില്ല എന്നത് ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാവുന്ന ഒരു സത്യമല്ലയോ? എന്താണത്? പഴയ കാലത്ത് സർവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന, നിരാക്ഷേപം എല്ലാവരും ബഹുമാനിച്ചിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ധാരാളം സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കർണാടക ഭാഗങ്ങളിലും അതുപോലെ കാസർഗോഡുമൊക്കെ എത്രയെത്ര മഹത്തുക്കളായ ആലിമീങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട്, അതേ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് വഫാത്തായ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാസർഗോഡ് ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ മഹാനായ ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, അതുപോലെ സിറിയ ഉസ്താദ്, അതുപോലെ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര മഹത്തുക്കൾ. ഇങ്ങനെ യദ്ഹബു സ്വാലിഹീനൽ സാലിഹൂനൽ ഉവൽ ഫൽ ഉവൽ, സ്വാലിഹീങ്ങളൊക്കെ മരിച്ചു തീരുകയാണ്. അങ്ങനെ സ്വാലിഹീങ്ങൾ ഇങ്ങനെ മരിച്ചു തീരുക എന്നത് ഈ ലോകം അവസാനിക്കാറടുത്തിരിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് കാണാം, സഅൽതു സമാനി ലിം അറാക അഖീമാ വകുൻത വലൂദൻ ലിർരിജാലി ഖദീമാ فقال لأني قد كبرت وقد دنا رحيل إلى الأخرى وصرت سقيما فلم يبق في الأولاد إلا حسالة وفرقني من كان قبل كريما. ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ആലിമല്ലയോ? അവിടുന്ന് പറയുന്നു, സഅൽതു സമാനി ലിം അറാക ഖീമാ, എന്റെ കാലഘട്ടത്തോട് ഞാൻ ചോദിച്ചു, എന്റെ കാലത്തോട് ചോദിച്ചു, ലിം അറാക ഖീമാ, നീ എന്തേ ആൺകുട്ടികളെ പ്രസവിക്കാത്ത മച്ചിയായി പോയത്? എന്തുകൊണ്ട് സൽജനങ്ങൾക്ക് ജന്മം നൽകുന്നില്ല? എന്താണ് പഴയതുപോലെ
നീ വകുൻത വലുദൻ ലിർരിജാലി ഖദീമാ. പഴയകാലത്ത് ധാരാളം ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തിരുന്നുവല്ലോ, ധാരാളം സ്വാലിഹീങ്ങൾക്ക് ജന്മം കൊടുത്തിരുന്നുവല്ലോ. വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ മഹത്തുക്കൾ അത്തരം ആളുകൾക്ക് ജന്മം കൊടുത്തിരുന്ന മണ്ണായിരുന്നുവല്ലോ. ഇന്നെന്തേ നീ അങ്ങനത്തെ ആളുകളെ ജനിപ്പിക്കാത്തത്? അതുപോലത്തെ ആളുകളെ എന്താണ് പ്രസവിക്കാത്തത്? ഒരു ശൈഖ് മടവൂർ ബഹുമാനപ്പെട്ട ഖദ്സിയം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ, അതുപോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? അന്തറുപ്പാപ്പയെ പോലത്തെ ഒരാൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരി നവ്വറല്ലാഹു മർഖദ, അതുപോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? അല്ലാ അല്ലാ, ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് വഅലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കിയിരുന്ന സയ്യിദ് ദാല് തങ്ങളുപ്പാപ്പ, അവിയൂര് തങ്ങളുപ്പാപ്പ, അതുപോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? 99 പേരുകൾ അല്ലാഹുവിന്റെ മഹത്തായ അസ്മാഉൽ ഹുസ്ന, ഓരോന്നും 99,999 പ്രാവശ്യം ചൊല്ലിത്തീർത്തിരിയാതെ വീട്ടിയ താജുൽ ഉലമയെ പോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? അതുപോലത്തെ ആളുകൾ എന്തുകൊണ്ട് പിറവിയെടുക്കുന്നില്ല? അതുപോലത്തെ ആളുകളെ എന്തുകൊണ്ട് ജനിപ്പിക്കുന്നില്ല എന്ന് എന്റെ കാലഘട്ടത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാലി അന്നീ ഖദ് കബിർതു വഖദ്ദനാ റഹീലുൻ ഇലൽ ഉഖ്റാ വസിർതു സഖീമാ. ഓരോ ദിവസവും 500-ൽ പരം ആളുകൾ വന്നിട്ട് 95% ആളുകളും അവരെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കേവലം ഒരു വാക്കുകൊണ്ട്, തലോടൽ കൊണ്ട് പരിഹാരം ലഭിച്ച് തിരിച്ചു പോയിരുന്ന മഹാനായ ശൈഖ് സിയം വലിയുള്ളാഹ്, അതുപോലത്തെ ഒരു ആൺകുട്ടിക്ക് എന്തുകൊണ്ട് ഈ മണ്ണ് ജന്മം കൊടുക്കുന്നില്ല? അതുപോലത്തെ ആളുകൾ എന്തുകൊണ്ട് പിറവിയെടുക്കുന്നില്ല? ആലുവായ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹ്, അതുപോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? എത്ര മഹത്തുക്കളാ, ലോകം കണ്ട എത്ര മഹത്തുക്കളാ, അത്ഭുതം സൃഷ്ടിച്ച എത്ര മഹത്തുക്കളാ. അല്ലാ അല്ലാ, വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്ന മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അതേ കരിമൂർക്കൻ പാമ്പ് വന്ന് കടിച്ചപ്പോൾ കടിച്ച പാമ്പ് ചത്തുപോയി എന്നല്ലേ പറയുന്നത്? ഇതുപോലത്തെ ഒരു ഖുത്ബിക്ക് എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? താജുൽ ഉലമ സദഖത്തുല്ലാഹി നവ്വറല്ലാഹു മർഖദ എന്തുകൊണ്ട് ജന്മം കൊടുക്കുന്നില്ല? ഉസ്താദുൽ അസാതീദ്, ഓക്കെ ഉസ്താദിനെ പോലത്തെ ഒരു പണ്ഡിതന് എന്തുകൊണ്ട് ഈ മണ്ണ് ജന്മം കൊടുക്കുന്നില്ല? അതുപോലെ അല്ലാഹ് പറഞ്ഞാൽ തീരുമോ? അവസാനിക്കുമോ? ഇതുപോലത്തെ ആൺകുട്ടികള് എന്താ മക്കളെ ജനിക്കാത്തത് എന്ന് എന്റെ കാലഘട്ടത്തോട് ഞാൻ ചോദിച്ചപ്പോൾ കാലഘട്ടം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഫഖാലി അന്നീ ഖദ് കബിർതു വഖദ്ദനാ റഹീലുൻ ഇലൽ ഉഖ്റാ വസിർതു സഖീമാ.
പ്രായമായില്ലയോ? യാത്ര പോകാൻ അടുത്തില്ലയോ? ഈ മണ്ണവസാനിക്കാൻ അടുത്തില്ലയോ? ഈ ലോകം അവസാനിക്കാൻ അടുത്തില്ലയോ? വസിർതു സഖീമാ, ഞാൻ രോഗിയായി തീർന്നില്ലയോ? ഫലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ ഹുസാലത്തുൻ വഫറഖനി മൻ കാന ഖബ്ലു കരീമാ. വെറും ചണ്ടികൾ മാത്രമാ ഇന്നെന്റെ ഉപരിതലത്തിൽ ബാക്കി നിൽക്കുന്നത്. എന്റെ ഭൂമുഖത്തിൽ കൂടി നടക്കുന്നത് വെറും ചണ്ടികളാ. വഫറഖനി മൻ കാന ഖബ്ലു കരീമാ. മാന്യന്മാര്, ആദരവുള്ളവര്, ബഹുമാനമുള്ളവര് പിരിഞ്ഞു പോയി, മറഞ്ഞു പോയി, കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പോലെ, മുത്തുനബി വിവരിച്ചതുപോലെ സാലിഹീങ്ങളൊക്കെ മരിച്ച് തീർന്നു പോവുകയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനല്ലേ സാലിഹീങ്ങളൊക്കെ മരിച്ചു പോവുകയാണ്. ഈ സമീപ വർഷങ്ങളിലായിട്ട് എത്രയെത്ര സ്വാലിഹീങ്ങൾ മരിച്ചുപോയി. അള്ളാഹു അവരുടെയൊക്കെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. അവരെ മദദ് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ മുസ്തഖീമായ വഴിയിൽ വഴി നടത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്.